ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അടുത്ത IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പാകിസ്ഥാൻ താരത്തിൻ്റെ IPLുമായി ബന്ധപ്പെട്ടതാണ്. 2008 പ്രഥമ വർഷത്തിലായിരുന്നു പാകിസ്ഥാൻ താരങ്ങൾ IPL കളിച്ചത്. പിന്നീട് BCCI പാകിസ്ഥാൻ താരങ്ങളെ IPL നിന്ന് വിലക്കി. ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ താരം ആമിർ IPL കളിക്കാൻ പോവുകയാണ്. 2020 ആമിർ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ആമിർ കല്യാണം കഴിച്ചത് ബ്രിട്ടീഷുകാരിയാണ്. താരം പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് ചേക്കേറി. അടുത്ത വർഷം 2024 ആമിറിന് ബ്രിട്ടീഷ് പാസ്പോർട്ട് ലഭിക്കും. പിന്നെ താരത്തിന് IPL കളിക്കാൻ സാധിക്കും. ആമിറിനെ IPL കളിക്കാൻ താല്പര്യമുണ്ടെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും പാകിസ്ഥാൻ താരം ആമിർ IPLിലേക്ക് തിരിച്ചു വരികയാണ്. അടുത്തൊരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഒരുപാട് വർഷമായി IPLിൽ RCB ഉണ്ട്. ഒരുപാട് ഫാൻസ് പവറും അവർക്കുണ്ട്. പക്ഷേ ഇതുവരെ ഒരു കിരീടം നേടാൻ സാധിച്ചിട്ടില്ല. RCBയുടെ ക്യാപ്റ്റനായിട്ട് കോഹ്ലി ഒരുപാട് കാലം ടീമിലുണ്ടായിരുന്നു. പിന്നീട് കോഹ്ലി ക്യാപ്റ്റൻസി രാജിവെച്ചു. ഡുപ്ലസിസ് വന്നിട്ടും RCBക്ക് ഒരു കപ്പ് നേടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ RCB ടീമിൽ നിന്ന് വലിയൊരു അപ്ഡേറ്റ് ആണ് പുറത്തു വരുന്നത്. അതായത് IPL 2024 RCB ടീമിനെ കോഹ്ലി നയിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. കോഹ്ലി വീണ്ടും RCBയുടെ ക്യാപ്റ്റനാകാൻ ആരാധകരും കാത്തിരിക്കുകയാണ്. കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ RCBക്ക് ഒരു കപ്പ് നേടിക്കൊടുക്കണമെന്ന് കോഹ്ലിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കോഹ്ലി വീണ്ടും RCBയുടെ ക്യാപ്റ്റൻ ആവാൻ ഒരുങ്ങുന്നത്. RCB മാനേജ്മെന്റ് കോഹ്ലിയോട് ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ട്. കോഹ്ലി വീണ്ടും ക്യാപ്റ്റനായാൽ RCB കപ്പ് നേടുമെന്നത് ഉറപ്പാണ്. അടുത്തൊരു അപ്ഡേറ്റ് മുഹമ്മദ് ഷമിയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിലെ ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ചൊരു ബൗളർ അത് ഷമിയാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച രീതിയിൽ ബൗൾ ചെയ്തത് ഷമിയാണ്. ഷമി നിലവിൽ ഗുജറാത്ത് ടീമിന്റെ ഒപ്പമാണ്. ഇപ്പോൾ ഇതാ ഷമിയെ ട്രേഡ് ചെയ്യാൻ രംഗത്ത് വന്നിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. ഗുജറാത്തിന്റെ CEO ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഷമിയെ ട്രേഡ് ചെയ്യാൻ മുംബൈ ഇന്ത്യൻസ് രംഗത്ത് വന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഗുജറാത്തിൽ ഒരുപാട് മികച്ച താരങ്ങളുണ്ട്. അത് മുംബൈക്ക് നല്ലതുപോലെ അറിയാം. ആദ്യം മുംബൈ പാണ്ഡ്യയാണ് ടീമിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഇതാ ഷമിയെയും കൂടി ട്രേഡ് ചെയ്യാനാണ് മുംബൈയുടെ പദ്ധതി. എന്നാൽ ഗുജറാത്ത് ഈ ഒരു ട്രേഡ് നിരസിച്ചു എന്നാണ് റിപ്പോർട്ട്. ഷമി കൂടി മുംബൈയിലേക്ക് വന്നാൽ പിന്നെ മുംബൈയെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. അപ്പോൾ അടുത്ത IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.